ഒരേ ഒരു എഫോർ ഉണ്ടാവും എടുക്കാൻ. എന്നാൽ 4 ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് അതല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ഉണ്ടാക്കാം. ജേർണലി സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺ പേപ്പർ ആയിട്ട് യൂസ് ചെയ്യാനും അതല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു കൊടുക്കാനും ഈ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇതേപോലെ പിങ്ക് കളറൊക്കെ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഇതേപോലെ വാട്ടർമെലൺ വരച്ചു കൊടുക്കുക. ഈ ഒരു വത്തക്കന്റെ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ ആരും ഇതേപോലെ പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും ഇല്ലാഞ്ഞിട്ട് ജേർണലൊന്നും ചെയ്യാതെ കണ്ട അടുത്തത് ഇതേപോലെ നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവക്കാഡോ ആണ് ഇതിൽ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. വരയ്ക്കുന്ന സ്റ്റെപ്പൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. പിന്നെ ഈ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പം അത്രയ്ക്ക് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഇംപെർഫെക്ഷൻ ആണ് ഇതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടുന്നത്. തേർഡായിട്ട് ഇതേപോലെ കുറച്ച് ഹാർട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അതും കുറച്ച് കളർഫുൾ ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് പർപ്പിൾ കളർ വെച്ചിട്ട് ഇതേപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബോ കൂടി വരച്ചു കൊടുക്കുക. വരയ്ക്കാനുള്ള സ്റ്റെപ്പൊക്കെ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് ഈ വരച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു വത്തക്കൻ്റെതാണ്. നിങ്ങളെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും നമുക്ക് ഇനിയും ചെയ്യാം.